ഹായ്, ഗുഡ് മോർണിംഗ്. ത്വമേവ മാതാ ച പിതാ ത്വമേവ ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ ത്വമേവ വിദ്യാ ദ്രവിണം ത്വമേവ ത്വമേവ സർവം മമ ദേവദേവ. ശ്രീമദ് ഭഗവത്ഗീത 10-ാം അധ്യായം വിഭൂതിയോഗം 21-ാമത്തെ ശ്ലോകം. ആദിത്യാനാമഹം വിഷ്ണുർജ്യോതിഷാം രവിരംശുമാൻ മരീചിർമരുതാമസ്മി നക്ഷത്രാണാമഹം ശശി. മലയാളം. ആദിത്യരിൽ വിഷ്ണു ഞാനാം, ജ്യോതിസ്സിൽ രവിയംശുമാൻ, മരീചിപ്പവനന്മാരിൽ നക്ഷത്രങ്ങൾക്കു ചന്ദ്രനും. ആദിത്യാനാം വിഷ്ണുഹു അഹം, ആദിത്യന്മാരിൽ വിഷ്ണു ഞാനാണ്. ജ്യോതിഷാം, ജ്യോതിർഗോളങ്ങളിൽ, അംശുമാൻ രവിഹി, തേജോമയനായ സൂര്യൻ ഞാനാണ്. മരുതാം മരീചി അസ്മി, മരുത്തുക്കളിൽ മരീചി ഞാനാണ്. നക്ഷത്രാണാം ശശി അഹം, നക്ഷത്രങ്ങളിൽ ചന്ദ്രൻ ഞാനാണ്. കഴിഞ്ഞ ശ്ലോകത്തിൽ തുടങ്ങി വിഭൂതികൾ എന്തെല്ലാമാണെന്ന് അങ്ങ് വിശദീകരിച്ച് തരണമെന്ന് അർജുനൻ്റെ അർജുനൻ്റെ ചോദ്യം കേട്ട് ഭഗവാൻ അതെന്തെല്ലാമാണെന്ന് പറഞ്ഞു തരാൻ പറ്റില്ല. കാരണം മുഴുവനായിട്ട് പറയാൻ പറ്റില്ല, എണ്ണിയാൽ തീരാത്ത അത്രയുണ്ട്. അതുകൊണ്ട് അതിലെ പ്രധാനപ്പെട്ടത് ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. അതിൻ്റെ ബേസിക്കായിട്ടുള്ള ഒരു തത്വം പറഞ്ഞു കൊടുത്തു. സർവ്വഭൂതങ്ങളുടെയും ഉള്ളിലുള്ള ആത്മാവ് ഞാനാകുന്നു. ആ തത്വം നീ ആദ്യം മനസ്സിലാക്കുക. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു എൻട്രൻസ് പരീക്ഷ പാസ്സായ പോലെയായി. കാരണം അതാണ് ആദ്യത്തെ ചവിട്ടുപടി. അതിനുശേഷം മറ്റ് വിഭൂതികളെപ്പറ്റി ഞാൻ മെല്ലെ പറയാം. അപ്പോൾ ഈ 21-ാമത്തെ ശ്ലോകത്തിൽ വീണ്ടും ബാക്കി വിഭൂതികളെപ്പറ്റി തുടങ്ങുകയാണ്. ഇനിയുള്ള ഈ അധ്യായം മുഴുവനും 20-22 ശ്ലോകങ്ങൾ മുഴുവനായിട്ടും ഈ പലതരത്തിലുള്ള ധ്യാനത്തിന് ഉതകുന്ന 75 തരം അഭ്യാസങ്ങളെക്കുറിച്ചാണ് പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ട് അർജുനനോട് എന്ന പോലെ തന്നെ നമുക്കും വളരെ ഉപകാരമായിട്ടുള്ള ഒരു തത്വം തന്നെയാണ് കേൾക്കാൻ. ആദിത്യാനാമഹം വിഷ്ണു എന്നാണ് പറഞ്ഞത്. അതിഥിയുടെ മക്കളാണ് ആദിത്യന്മാർ. അതിലെ 12 പേരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് വിഷ്ണു. അതുകൊണ്ട് അവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളായ വിഷ്ണു ഞാനാകുന്നു. പിന്നെ പറഞ്ഞത് ജ്യോതിഷാം രവിരംശുമാൻ എന്നാണ്. എല്ലാ ഊർജങ്ങളുടെയും പ്രഭാവ കേന്ദ്രം സൂര്യനാണ്. അത് സംശയമില്ലാത്ത കാര്യമാണ്. നമ്മൾ സയൻസിലും പഠിപ്പിക്കുന്നുണ്ട്. എനർജി സോഴ്സിൻ്റെ ഉറവിടം സൂര്യൻ തന്നെയാണ്. അതുകൊണ്ട് ആ സൂര്യനും ഞാനാകുന്നു. ഇനി മരീചിർ മരുതാം, മരുത്തുക്കളാണ്. മരുത്തുക്കളിൽ പ്രധാനി മരീചിയാണെന്ന് വേദങ്ങളിലൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് ആ പ്രധാനിയായിട്ടുള്ള പ്രധാനിയായിട്ടുള്ള മരീചി ഞാനാണ്. മരുത്തുക്കളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ മരീചി ഞാനാണ്. നക്ഷത്രാണാമഹം ശശി, രാത്രിയിൽ പ്രകാശം കൊടുക്കുന്ന വസ്തുക്കൾ ഗോളസമൂഹങ്ങളാണ്. അതിൽ രാത്രി പ്രകാശം കൊടുക്കുന്ന ഗോളങ്ങളിൽ വെച്ച് ഏറ്റവും കാന്തി ചന്ദ്രനാണ്. ആ ചന്ദ്രനും ഞാൻ തന്നെയാണ്. അതായത് ആത്മാവ് അനുപമമായ പ്രകാശവും പ്രമോദവും പ്രസാദവും നൽകുന്നു. രാത്രിയിൽ ഈ നക്ഷത്രങ്ങളുടെ ഇടയിലെല്ലാം കൂടെ ചന്ദ്രൻ പ്രകാശം വരുത്തുന്നത് പോലെ തന്നെ, ഏറ്റവും പ്രധാനിയായിട്ട് വാഴുന്നത് പോലെ ഞാൻ ചന്ദ്രനാകുന്നു. ഇനി 22-ാമത്തെ ശ്ലോകം. വേദാനാം സാമവേദോസ്മി ദേവാനാമസ്മി വാസവ ഇന്ദ്രിയാണാം മനശ്ചസ്മി ഭൂതാനാമസ്മി ചേതന. മലയാളം. വേദങ്ങളിൽ സാമവേദം, ദേവന്മാർക്കിന്നു വാസവൻ, ഇന്ദ്രിയങ്ങൾക്കു ചിത്തം ഞാൻ, ഭൂതങ്ങൾക്കുള്ളിൽ ചേതന. വേദാനാം സാമവേദ അസ്മി. അഹം എന്നുള്ളത് നമ്മൾ എടുക്കണം. അഹം വേദാനാം സാമവേദ അസ്മി. ഞാൻ
വേദങ്ങളിലെ സാമവേദമാകുന്നു. എല്ലാ വേദങ്ങളിലും വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സാമവേദം. മാത്രമല്ല അതിനൊരു സംഗീതാത്മകത കൂടിയുണ്ട്. ഗാനരസങ്ങൾ ഉൾക്കൊള്ളുന്നതാണത്ര ഈ സാമവേദം. ഏറ്റവും ഭംഗിയുള്ള അല്ലെങ്കിൽ ഏറ്റവും നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന, മറ്റുള്ളവരുടെ പാപങ്ങൾക്കൊക്കെ പെട്ടെന്ന് തന്നെ പാപങ്ങൾ ഒടുക്കി കൊടുക്കുന്ന മറ്റ് വേദങ്ങളെക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു വേദമാണ് സാമവേദം. അതുകൊണ്ട് വേദാനാം സാമവേദഃ അഹമസ്മി. ഇനി ദേവാനാമസ്മി വാസവ. ദേവന്മാരിൽ ഞാൻ ഇന്ദ്രനാകുന്നു. നമ്മളെല്ലാവരും മരിച്ചാൽ സ്വർഗത്തിൽ പോകണം എന്ന് വിശ്വസിക്കുന്നവരാണ് അല്ലേ? അപ്പം എന്തോ വലിയ സുഖാനുഭവം സ്വർഗത്തിലുണ്ട് എന്നാണ് നമ്മുടെ സങ്കല്പം. അപ്പോൾ അവിടെ തന്നെ നമ്മൾ പറയുന്നത് പുണ്യം ചെയ്തവർക്ക് സ്വർഗലോകം ലഭിക്കുന്നു എന്നാണ്. ഇവിടെ കൂടുതൽ പുണ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ കൂടുതൽ സുഖം കിട്ടുമത്രേ. പല ലോകങ്ങളും അനുഭവിക്കണമെന്ന് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പഠിച്ചു. അപ്പോൾ ഈ ദേവന്മാരിൽ ഇന്ദ്രനാവുന്ന 100 അശ്വമേധയാഗം നടത്തിയാലാണ് ഇന്ദ്രപദവി കിട്ടുന്നത്. അത്രയും മറ്റുള്ള ദേവന്മാരെ മുഴുവനും നിയന്ത്രിക്കുന്ന ആളാണ് ഇന്ദ്രൻ. അതുകൊണ്ട് ദേവന്മാരിലെ ഇന്ദ്രൻ ഞാനാണ്. കാരണം ഇന്ദ്രൻ്റെ പദവിയാണ് സ്വർഗത്തിൽ വെച്ച് ഏറ്റവും ഉന്നതമായിട്ടുള്ള പദവി. ദേവന്മാരെ ഭരിച്ച് അവർക്ക് സുഖസമ്പൂർണമായിട്ടുള്ള ജീവിതം മുഴുവൻ കൊടുക്കുന്നത് ഇന്ദ്രനാണ്. അതുകൊണ്ടാണ് അപ്പോൾ ഈ പറഞ്ഞ പ്രസ്താവനയിൽ തെറ്റില്ല. ഇന്ദ്രനെ പോലെയാണ് ഞാൻ എന്നത് യുക്തം തന്നെയാണ് അവിടെ. ഇന്ദ്രിയാണാം മനശ്ചാസ്മി. ദേവന്മാരിൽ ഇന്ദ്രൻ എന്ന് പറയുന്ന പോലെ തന്നെ ഇന്ദ്രിയങ്ങളിൽ നോക്കുകയാണെങ്കിൽ മനസ്സ്, അതാണ് ഏറ്റവും പ്രധാനം. ഇന്ദ്രിയങ്ങളുടെ രാജാവ് എന്നാണ് മനസ്സിനെ പറയുന്നത്. എല്ലാ ഇന്ദ്രിയങ്ങളും പ്രവർത്തിക്കുന്നത് മനസ്സിൽ നിന്നാണ്. മനസ്സാണ് അതിനെ കൺട്രോൾ ചെയ്യുന്നത്. മനസ്സില്ലെങ്കിൽ മറ്റുള്ള ഇന്ദ്രിയങ്ങൾക്ക് പ്രവർത്തിക്കാൻ പോലും സാധിക്കില്ല. അതുകൊണ്ട് ഇന്ദ്രിയങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള മനസ്സും ഞാൻ തന്നെയാണ്. ഇനിയോ ഭൂതാനാമസ്മി ചേതന. സൃഷ്ടിയുടെ പ്രപഞ്ച സൃഷ്ടി നടന്നപ്പോൾ അതിൽ ഏറ്റവും മഹത്തായത് ബുദ്ധിയാണ്. അത് മറ്റുള്ള ജന്തുജീവികളെക്കാളെല്ലാം ഏറ്റവും കൂടുതൽ ബുദ്ധി മനുഷ്യനാണ് തന്നിരിക്കുന്നത്. അതൊരു അത്ഭുത പ്രതിഭാസം തന്നെ പറയാം. എന്താണ് ശരിക്കും ബുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതിനെ പറ്റി നമ്മൾക്ക് പോലും ഒരു ലിമിറ്റഡ് വിവരമേ ഉള്ളൂ. അതായത് കുറച്ച് വിവരമേ നമുക്കും ഉള്ളൂ. അത്രയ്ക്കും മഹത്തരമാണ് ബുദ്ധി. അതുകൊണ്ട് എല്ലാ ഭൂതജാലങ്ങളിലും ഉള്ള ഈ ചേതന ആയിട്ടുള്ള ഈ ബുദ്ധി ഞാനാണ്. അപ്പം ഇത്രയും പറഞ്ഞു കഴിഞ്ഞു. 2 ശ്ലോകങ്ങളിലായിട്ട് ആദിത്യൻ തുടങ്ങി. ആദിത്യന്മാരിൽ വിഷ്ണു, സൂര്യൻ, മരുത്തുക്കളിൽ മരീചി, നക്ഷത്രങ്ങളിൽ ചന്ദ്രൻ, ആകാശത്തിലുള്ള രാത്രിയിൽ വെളിച്ചം തരുന്ന വസ്തുക്കളാണ്. പിന്നെ വേദങ്ങളിൽ സാമവേദമാണ്. ദേവൻ ആരിൽ ഇന്ദ്രനാണ്. ഇന്ദ്രിയങ്ങളിൽ മനസ്സാണ്. ഇനി പ്രപഞ്ച സൃഷ്ടിയിലെ ഏറ്റവും മഹത്തായിട്ടുള്ള ബുദ്ധിയും ഞാൻ തന്നെയാണ്. വീണ്ടും തുടരുകയാണ് 23ാമത്തെ ശ്ലോകത്തിൽ. രുദ്രാണാം ശങ്കരശ്ചാസ്മി വിത്തേശോ യക്ഷരക്ഷസാം വസൂനാം പാവകശ്ചാസ്മി മേരു ശിഖരിണാമഹം. മലയാളം. രുദ്രരിൽ ശങ്കരൻ, യക്ഷരാക്ഷസന്മാർക്കു കുബേരനാം, വസുക്കളിൽ പാവകൻ ഞാൻ, പർവ്വതങ്ങൾക്കും മേരു ഞാൻ. രുദ്രാണാം ശങ്കരഃ ച അസ്മി. തുടരുന്നു. അതുകൊണ്ട് ബാക്കി മുകളിൽ പറഞ്ഞതിൻ്റെ ബാക്കിയാണ്. രുദ്രന്മാരിൽ ശങ്കരൻ ഞാനാകുന്നു. യക്ഷരക്ഷസാം യക്ഷന്മാർ, രാക്ഷസന്മാർ എന്നിവരിൽ വിത്തേശഃ അഹം കുബേരൻ ഞാനാകുന്നു. വസൂനാം പാവകഃ ച അസ്മി. വസുക്കളിൽ അഗ്നി ഞാനാകുന്നു. ശിഖരിണാം മേരുഹു അഹം. പർവ്വതങ്ങളിൽ മേരുപർവ്വതം ഞാനാകുന്നു.
രുദ്രാണാം ശങ്കരഃ, സംഹാരമൂർത്തിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് രുദ്ര സങ്കല്പം എന്ന് പറയുമ്പോൾ. പക്ഷെ സംഹാരം ശരിക്കും സൃഷ്ടിക്ക് മുന്നേ സംഹാരം നടക്കണം. കോഴിയാണോ മുട്ടയാണോ ആദ്യം ഉണ്ടായെന്ന് ചോദ്യം പോലെയാണ്. ഒരു സംഹാരം നടന്നെങ്കിലേ അതൊരു സൃഷ്ടിയാവുള്ളൂ. ഒരു ചെടിയിലെ പൂവ് നശിച്ച് അതിൽ നിന്നാണ് കായ ഉണ്ടാവുന്നത്. ആ കായ നശിച്ചാലേ വിത്ത് പുറത്ത് വരൂ. വിത്ത് നശിച്ചിട്ട് അതിൽ നിന്നാണ് തൈ ഉണ്ടാവുന്നത്. അപ്പോൾ എല്ലാ സൃഷ്ടിപരമായ പ്രക്രിയയുടെയും പിന്നിൽ എന്തുണ്ട്? ഒരു സംഹാര പ്രക്രിയയുണ്ട്. സംഹാരത്തിൻ്റെ തുടർച്ചയാണ് സൃഷ്ടിയെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് ഇതിൻ്റെ ഈ സൃഷ്ടി സംഹാരത്തിൻ്റെ അധിഷ്ഠാന ദേവതയായ ശങ്കരനാണ് ഞാൻ. രുദ്രാണാം ശങ്കരശ്ചാസ്മി. വിത്തേശോ യക്ഷരാക്ഷസാം. കുബേരൻ ആരാണെന്ന് നമ്മൾക്ക് പറയേണ്ട ആവശ്യമില്ല. പുരാണങ്ങളിൽ സ്വർഗത്തിൻ്റെ സമ്പത്തിൻ്റെ അധ്യക്ഷൻ, സ്വർഗസമ്പത്തിൻ്റെ അധ്യക്ഷനാണ് കുബേരൻ എന്നാണ് വർണ്ണിച്ചിരിക്കുന്നത്. നമ്മൾ കുബേർ കുഞ്ചിയൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ? ഏകദേശം 3 അടി ഉയരം, നല്ല തടിച്ച് കുറുകിയ ദേഹം, ഒരു വലിയ കുടവയറ്, ചെറിയ തല, കോന്ത്രമ്പല്ലുകൾ ഒക്കെയുള്ള ഒരു വിചിത്ര സത്വമായിട്ടാണ് നമ്മൾ കുബേരനെ കാണുന്നത്. അത് ഞാനാണ്. വസൂനാം പാവകഃ. കാലാവസ്ഥയുടെ അഭിമാന ദേവതയായ വസുക്കൾ 8 വസുക്കളാണ്. ആ വസുക്കളുടെ മുഖം അഗ്നിയാണ് എന്ന് ഒരു ഉപനിഷത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാ കാലാവസ്ഥകളിലും നമുക്കുണ്ടാവുന്ന വിവിധതരം അനുഭവങ്ങളുടെ അധിഷ്ഠാനം ആത്മാവാകുന്നു. അതുകൊണ്ട് വസൂനാം പാവകഃ അഹം പാവകഃ അസ്മി. ഇനി സാധാരണ 8 കാലാവസ്ഥകളാണത്രേ. 6 ഋതുക്കളും സുഖവും ദുഃഖവും കൂടിച്ചേർന്ന് 8 കാലാവസ്ഥകളാണ്. അപ്പോൾ നമ്മൾ ദുഃഖിച്ചിരിക്കുകയാണെങ്കിൽ ഈ വസന്തകാലത്തെ മനോഹരമായിട്ടുള്ള പുഷ്പങ്ങൾ കൂടെ നമുക്ക് വേണ്ടി കണ്ണീർ പൊഴിക്കുന്നതാണ്. സന്തോഷിച്ചിരിക്കുകയാണെങ്കിൽ ശീതകാലത്തെ ഇലകൊഴിഞ്ഞ മരങ്ങളിൽ പോലും ആഹ്ലാദം കാണാമെന്നാണ്. അതുകൊണ്ട് ഇതെല്ലാം ഒരു ആത്മാവിൻ്റെ അല്ലെങ്കിൽ ഒരു അധിഷ്ഠാന ദേവതയുടെ അനുഗ്രഹം കൊണ്ടാണ് എന്നാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഇതിനെല്ലാം അധിഷ്ഠാന ദേവതയായ ഞാൻ തന്നെയാണ്. മേരുഹു ശിഖരിണാമഹം. മഹാമേരു പർവ്വതം ലോകത്തിൻ്റെ നടുക്ക് സ്ഥിതി ചെയ്യുന്നു എന്നാണത്രേ നമ്മളുടെ ഹിന്ദുക്കളുടെ സങ്കല്പം. അതിന് മുകളിലാണത്രേ ദേവന്മാർ താമസിക്കുന്നത്. താഴെ ചുറ്റുമായിട്ട് സപ്തദീപങ്ങളും സ്ഥിതി ചെയ്യുന്നു. ഈ മേരുപർവ്വതത്തിന് 7-8 ആയിരം നാഴിക ഉയരമുണ്ടെന്നും അതിൻ്റെ മുകളിൽ നിന്നാണ് ഗംഗ ഒഴുകുന്നതെന്നും പറയുന്നുണ്ട് അത്രേ. ചിലർ പറയുന്നുണ്ട് ഈ മേരുപർവ്വതം തന്നെയാണ് ഹിമാലയം എന്ന്. ഏതായാലും അത്രയും പ്രധാനപ്പെട്ടതാണ് മഹാമേരു പർവ്വതം. അതുകൊണ്ട് മേരുഹു ശിഖരിണാമഹം എന്നുള്ളത് അവിടെ വളരെ യുക്തിവക്തം തന്നെയാണ്, യോജിക്കുന്നതാണ്. ഇപ്പോൾ ഇത്രയും പറഞ്ഞു കഴിഞ്ഞു. ഇത്രയും വിഭൂതികളെപ്പറ്റി പ്രധാനപ്പെട്ട ശ്രേഷ്ഠങ്ങളായ വിഭൂതികൾ ആദ്യം പറഞ്ഞു കൊടുത്ത് ഇതിലെല്ലാം ഞാനുണ്ട് എന്ന് വിവരിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ തത്വങ്ങൾ മനസ്സിലാവുമല്ലോ. അതായത് ഒരു വിശ്വാസം, ഒരു ടീച്ചറിൽ വിശ്വാസം വേണം അല്ലേ, എന്നാലേ കുട്ടികൾ പഠിക്കൂ. അതേപോലെ ഈ പറയുന്ന ഇതെല്ലാം നമ്മൾക്ക് എന്നും തന്നെ കേട്ടറിവുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ശ്രേഷ്ഠന്മാരായിട്ടുള്ള ആൾക്കാരും ശ്രേഷ്ഠന്മാരായിട്ടുള്ള സാധനങ്ങളുമാണ്. അപ്പോൾ അതിലെല്ലാം ഞാനുണ്ട്, ഇതെല്ലാം ഞാനാണ് എന്ന് വിവരിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം ഭഗവാനാണെന്ന് മനസ്സിലാക്കാൻ അർജുനന് വലിയ പ്രയാസം കാണില്ല. അതുകൊണ്ടാണ് പ്രധാനപ്പെട്ട സാധനങ്ങൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വിഭൂതികൾ ഞാൻ പറഞ്ഞു തരാം അർജുന എന്ന് തുടങ്ങിയത്. എല്ലാ ജീവജാലങ്ങളുടെയും ചേതനയും ഞാൻ തന്നെയാണ്. ഇപ്പോൾ ഈ പദ്യത്തിൽ പറഞ്ഞത് രുദ്രാണാം ശങ്കരഃ വിത്തേശോ യക്ഷരാക്ഷസാം വസൂനാം പാവകഃ മേരുഹു ശിഖരിണാം അഹം.
ഇനി വീണ്ടും തുടരുക തന്നെയാണ്. ഈ അധ്യായം മുഴുവനായിട്ടും ബാക്കി വിഭൂതികളെപ്പറ്റി ഭഗവാൻ അർജുനന് മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അർജുനനാണെങ്കിൽ എത്ര നേരം കേട്ടാലും, ഇത്രയും നേരം ഭഗവാന്റെ ഉപദേശം കേട്ടിട്ടും ഈ കഴിഞ്ഞ അധ്യായങ്ങളിൽ പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും പറയുകയാണ് ഇവിടെ ചെയ്യുന്നത്. അത് സത്യം പറയുകയാണെന്ന് വെച്ചാൽ അത് നല്ലതാണ് അല്ലേ. കുട്ടികളുടെ കാര്യം എടുത്താലും അങ്ങനെയാണ്. നമ്മളൊരു എന്തെങ്കിലും ഒരു തിയറി അല്ലെങ്കിൽ ഒരു കണക്ക് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പഠിക്കാനുള്ളത് വീണ്ടും 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 പറഞ്ഞാലും അത് അയ്യേ ടീച്ചറെ ബോറടിക്കുന്നു എന്നല്ല പറയണ്ടേ. എത്ര പ്രാവശ്യം നമ്മളത് പറഞ്ഞ് പഠിക്കുന്നു അത്രയും നമുക്ക് ആ ലെസൺ ഈസി ആവുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെയും. എത്ര കേട്ടാലും ഒരു വിരസതയും തോന്നുന്നില്ല. വീണ്ടും വീണ്ടും ഇൻട്രസ്റ്റാണ്. ചില സിനിമകൾ നമ്മൾ കാണുന്ന പോലെ ഇൻട്രസ്റ്റ് കൂടിക്കൂടി വരികയാണ്. ഇനി എന്താണ് പറയാൻ പോകുന്നത് എന്നുള്ളത്. അപ്പോൾ അത് തന്നെയാണ് ഒരു യോഗിയുടെ ലക്ഷണം. ഒരു സ്ഥിതപ്രജ്ഞന് വേണ്ടതും അത് തന്നെയാണ്. അപ്പോൾ ലോകത്തിലുള്ള എല്ലാവരിലും ഉള്ളത് ഞാൻ തന്നെയാണ് എന്ന് പറയുമ്പോൾ അതിൽ ആരെയും വേദനിപ്പിക്കുന്നില്ല. ഞാൻ മറ്റൊരാളെ കാണുമ്പോൾ അയാൾ ഞാൻ തന്നെയാണ്, അയാളിലും ഭഗവാനുണ്ട്, ഞാനും ഭഗവാനാണ്, നമ്മൾ കാണുന്ന എല്ലാവരും ഭഗവാനാണ്. അപ്പം നമ്മൾക്ക് അവരോട് ദേഷ്യമോ വിദ്വേഷമോ പകയോ ഒന്നും ഉണ്ടാവില്ല. എല്ലാവരെയും സമഭാവനയോടെ കാണാനായിട്ട് ശ്രമിക്കും. അതാണ് സ്ഥിതപ്രജ്ഞൻ്റെ ലക്ഷണം. ഇത് തന്നെയാണ് കഴിഞ്ഞ അധ്യായങ്ങളിലെല്ലാം പറഞ്ഞത്, വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്. ആ തത്വം ഒന്നും കൂടെ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വിവരിച്ചത്. അർജുനൻ അത് കേട്ടിട്ട് വീണ്ടും വീണ്ടും കേൾക്കണമെന്നുള്ള ജിജ്ഞാസ കൂടുകയല്ലാതെ ആവർത്തന വിരസതയൊന്നും തോന്നുന്നുമില്ല. അതുകൊണ്ട് ഭഗവാൻ വീണ്ടും അടുത്ത ശ്ലോകങ്ങളിലും ഇത് തന്നെ തുടരുന്നു. ഓക്കെ, നമ്മൾ 23 വരെയാണ് വായിച്ചത്. അടുത്ത ശ്ലോകം അടുത്ത ദിവസം വായിക്കും. അസ്മിൻ പരാത്മന്നനുപാത്മകൽപേതുമിത്തമുത്ഥാപിത പത്മയോനി അനന്തഭൂമാമരോഗരാശിം നിരുന്ധിവാദാലയ വാസവിഷ്ണു.